ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷ വാർത്ത. ഇന്ത്യൻ ക്രിക്കറ്റ് മാമാങ്കമായ IPL ഇന്ന് പുനരാരംഭിക്കും. പ്രീ ഓപ്പണിംഗ് മാച്ചിൽ ആദ്യമായി ഏറ്റുമുട്ടാൻ പോകുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമാണ്. മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 7:30 RCBയുടെ തട്ടകമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഇന്നത്തെ മത്സരം RCBക്ക് വളരെ നിർണായകമാണ്. കാരണം ഈ മത്സരം ജയിക്കാൻ സാധിച്ചാൽ ടീമിന് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ സാധിക്കും. ഇതിനു മുൻപ് RCB അവസാനമായി പ്ലേ ഓഫ് യോഗ്യത നേടിയത് 2016-ലാണ്. അതായത് നീണ്ട 9 വർഷത്തെ കാത്തിരിപ്പ്. നിലവിൽ RCB പോയിന്റ് ടേബിളിൽ 11 മത്സരങ്ങളിൽ നിന്നും 16 പോയിന്റുകളുമായി 2ാം സ്ഥാനത്താണ് ഉള്ളത്. 1ാം സ്ഥാനത്താവട്ടെ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഉള്ളത്. ഇരു ടീമുകൾക്കും ഒരേ പോയിന്റ് ആണെങ്കിലും റൺ റേറ്റിന്റെ വ്യത്യാസത്തിലാണ് ഗുജറാത്ത് പോയിന്റ് ടേബിളിൽ ഒന്നാമത്. അതുകൊണ്ട് തന്നെ RCBക്ക് ഇന്നത്തെ മത്സരം ജയിക്കുവാൻ സാധിച്ചാൽ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കും. ഇന്നത്തെ മത്സരത്തിന്റെ മറ്റൊരു പ്രത്യേകത, ആരാധകരുടെ പ്രിയതാരമായ വിരാട് കോഹ്ലി തന്നെ ടെസ്റ്റ് ക്രിക്കറ്റ് വിരമിക്കൽ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യത്തെ മത്സരത്തിനാണ് ഇന്നിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ താരത്തിനോടുള്ള ആരാധക സൂചകമായി RCB ഫാൻസ് ഇന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെള്ളക്കടൽ കൊണ്ട് താരത്തിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള യാത്രയപ്പ് നൽകും. അതായത് ആരാധകർ വെള്ള നിറമുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ടായിരിക്കും മത്സരം കാണാൻ വരുന്നത്. മറുഭാഗത്ത് RCBയുടെ എതിരാളികളായി നിലവിലെ IPL ജേതാക്കളായ KKR നിലവിൽ പോയിന്റ് ടേബിളിൽ 12 മത്സരങ്ങളിൽ നിന്നും 11 പോയിന്റുകളുമായി 6ാം സ്ഥാനത്താണുള്ളത്. ടീം കഴിഞ്ഞ സീസണെ അപേക്ഷിച്ചു നിരാശ നൽകുന്ന പ്രകടനമാണ് ഈ സീസണിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും ടീമിന് വേണ്ടത്ര ശോഭിക്കാൻ കഴിയുന്നില്ല. അടുത്തതായി ഹെഡ് ടു ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപ് ഒരു ടീമുകൾ 36 തവണയാണ് IPL നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 21 മത്സരങ്ങൾ KKR ജയിച്ചപ്പോൾ ആകെ 15 മത്സരമാണ് RCBക്ക് ജയിക്കുവാൻ സാധിച്ചത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളും ഇതിനു മുൻപ് 13 തവണയാണ് ഏറ്റുമുട്ടിയത്. അതിൽ 9 മത്സരങ്ങൾ KKR ജയിച്ചപ്പോൾ ആകെ 4 മത്സരമാണ് RCBക്ക് വിജയിക്കുവാൻ സാധിച്ചത്. പക്ഷേ ഈ സീസണിലെ ആദ്യ പാദ മത്സരത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ RCBക്കാണ് വിജയം കണ്ടെത്തുവാൻ സാധിച്ചത്. ഈ മത്സരത്തിലെ ഫലം എന്താവുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നിലവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ പിച്ച് റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിംഗിന് അനുകൂലമായ പിച്ചാണ്. അതുകൊണ്ട് തന്നെ ടോസ് നിർണായകമായിരിക്കും. മറ്റൊരു കാര്യം, RCBയുടെ വിദേശ ബൗളർ ആരാധകരുടെ പ്രിയ താരമായ ഹെയ്സൽവുഡ് ഈ മത്സരത്തിലേക്ക് തിരികെ എത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. എന്തായാലും മികച്ചൊരു മത്സരം തന്നെ ഇന്ന് കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് ഫുട്ബോൾ റിലേറ്റഡ് കണ്ടന്റുകൾ നിങ്ങളിലേക്ക് വേഗത്തിൽ എത്തുവാനായി ദ റാപ്പിഡ് സ്പോട്ട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. Until the next video, take care. Bye.